സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് വെക്റ്റർ ഇൻ്റഗ്രേഷൻ ആണ്. ഓക്കെ, വെക്റ്റർ ഇൻ്റഗ്രേഷനിലെ ഗ്രീൻസ് തിയറമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് ഗ്രീൻസ് തിയറം എന്ന് അറിഞ്ഞിരിക്കണം. സോ ഗ്രീൻസ് തിയറം ആക്ച്വലി ക്വസ്റ്റ്യൻസ് ചെയ്യാൻ ചോദിക്കാറുണ്ട് ഗ്രീൻസ് തിയറം. സോ ഗ്രീൻസ് തിയറം പറയുന്നത് ഇത്രയേ ഉള്ളൂ, ഒരു ഇക്വേഷനാണ്. ഇൻറ്റഗ്രൽ സി ഓവർ പി ഡി എക്സ് പ്ലസ് ക്യൂ ഡി വൈ ഈസ് ഈക്വൽ ടു ഡബിൾ ഇൻറ്റഗ്രൽ ഓവർ ആർ പാർഷ്യൽ ഡെറിവേറ്റീവ് ആണ്. ഓക്കെ, ഡോ ക്യൂ ബൈ ഡോ എക്സ് മൈനസ് ഡോ പി ബൈ ഡോ വൈ ഇൻറ്റു ഡി എക്സ് ഡി വൈ. ഓക്കെ, സോ കണ്ടുകൂടല്ലേ. സോ ഇതാണ് നമ്മുടെ ഗ്രീൻസ് തിയറം. ഗ്രീൻസ് തിയറം ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. നമ്മളൊരു എക്സ് വൈ കോർഡിനേറ്റ് എടുക്കുകയാണെന്ന് വെച്ചു. ഇതിൽ ഒരു ക്ലോസ്ഡ് റീജിയനായ ഒരു സി എന്ന് പറയുന്നത് ഒരു സിമ്പിൾ ക്ലോസ്ഡ് റീജിയനാണ് സി. ഇതിൻ്റെ അകത്തുള്ള രണ്ട് പോയിൻറ്റ്സ് ആണ് പി ആൻഡ് ക്യൂ. പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് പി, അതായത് ഡോ പിയും ഡോ ക്യൂവും ഈ ഒരു ക്ലോസ്ഡ് റീജിയൻ്റെ ഉള്ളിൽ ഉണ്ട്. ഇൻ എ സ്പേസ് കോൾഡ് ആർ, ഒരു ആർ എന്ന് പറയുന്ന റീജിയനുള്ളിൽ ഡോ പി ആൻഡ് ഡോ ക്യൂ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഈ ആർ എന്ന് പറയുന്ന റീജിയൻ വരുന്നത് സിയിലാണ്. ഓൾസോ സി എന്ന് പറയുന്നത് ഒരു സിമ്പിൾ ക്ലോസ്ഡ് കർവാണ്. എപ്പോഴും നമ്മൾ സി എടുക്കുന്നത് ആൻറ്റി ക്ലോക്ക് വൈസ് ഡിറക്ഷനിലായിരിക്കണം, അതായത് ഈ ഡിറക്ഷനിലായിരിക്കണം. സോ ഇപ്പം ഞാനിവിടെ ഒരു ഇപ്പോൾ ഇവിടെ എ ബി സി എന്ന് കൊടുത്താൽ നമ്മളെപ്പോഴും എ ബി സി ഇങ്ങനെ ആയിരിക്കണം എടുക്കേണ്ടത്. ഈ ഡിറക്ഷനിലായിരിക്കും നമ്മളെപ്പോഴും സിയുടെ കോർഡിനേറ്റ്സ് എടുക്കുന്നത്. ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ മനസ്സിലാവും. വേറെ ഒന്നുമില്ല, ഗ്രീൻസ് തിയറം സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് ഇതാണ്. സോ ലെറ്റ് പി ഓഫ് എക്സ് വൈ ആൻഡ് ക്യൂ എക്സ് വൈ, അതായത് മീൻ ചെയ്യുന്നത് പി ആൻഡ് ക്യൂ എന്ന് പറയുന്നത് ഒരു 2 വേരിയബിൾ വരുന്ന ഒരു ഫംഗ്ഷനാണ്. കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഓഫ് 2 വേരിയബിൾസ് എക്സ് ആൻഡ് വൈ. കണ്ടിന്യൂസ് ഫസ്റ്റ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ഡോ പി ബൈ ഡോ വൈ ആൻഡ് ഡോ ക്യൂ ബൈ ഡോ എക്സ്. എന്താണ് ഈ ഒരു ക്ലോസ്ഡ് കണക്റ്റഡ് റീജിയനിൽ ഇൻവോൾവ് ആണ് ഈ രണ്ട് പാർഷ്യൽ ഡെറിവേറ്റീവ്സും. ഈ ആർ എന്ന് പറയുന്ന റീജിയൻ എന്ന് പറയുന്നത് ഒരു സിമ്പിൾ ക്ലോസ്ഡ് പീസ് ഓഫ് കർവ്, ഡിഫറൻഷ്യബിൾ കർവ് ആർ സി വെച്ച് ബൗണ്ടഡ് ആണ് ആർ എന്ന് പറയുന്ന റീജിയൻ. സോ അതാണ് പറയുന്നത്. ഓൾസോ ഇക്വേഷനാണ് നമുക്ക് വേണ്ടത് ഗ്രീൻസ് തിയറം ചോദിക്കുമ്പോൾ. സോ നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പിന്നെ ഈ മോഡ്യൂളിൽ ബേസിക്കലി ക്വസ്റ്റ്യൻസ് 2 രീതിയിലാണ് ചോദിക്കുന്നത്. ഒന്ന്, ഇറ്റ് ക്യാൻ ബി ആസ്ക് ലൈക്ക് എൽ എച്ച് എസ് ഈക്വൽ ടു ആർ എച്ച് എസ് പ്രൂവ് ചെയ്യാൻ വേണ്ടി ചോദിക്കും. അതായത് എന്താണ് വെരിഫൈ അല്ലെങ്കിൽ ഇവാലുവേറ്റ് ചെയ്യാനും ചോദിക്കും. ഇങ്ങനെ ആർ എച്ച് എസ് എൽ എച്ച് എസ് പ്രൂവ് ചെയ്യാൻ, അതായത് വെരിഫൈ രീതിയിലും ചോദിക്കും. രണ്ടാമത് ഇവാലുവേറ്റ് എന്ന് പറയുന്നത് നമുക്കിപ്പം സപ്പോസ് ഇപ്പോൾ എൽ എച്ച് എസ് തന്നിട്ടുണ്ടാവും, നമുക്ക് ആർ എച്ച് എസ് ഫൈൻഡ് ചെയ്യണം, അങ്ങനെയൊക്കെ ചോദിക്കും. 2 രീതിയിലാണ് ബേസിക്കലി ക്വസ്റ്റ്യൻസ് ചോദിച്ച് കാണുന്നത്. സോ നമുക്ക് തരുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ക്വസ്റ്റ്യൻ എഴുതുക. സോ ഞാൻ ഷോർട്ടാക്കി ചെയ്തിട്ടുള്ളതാണ്. വെരിഫൈ ഗ്രീൻസ് തിയറം ഫോർ ദിസ് ഇൻറ്റഗ്രൽ എക്സ് സ്ക്വയർ വൈ ഡി എക്സ് പ്ലസ് എക്സ് പി വൈ. ഇത് എക്സിസ്റ്റ് ചെയ്യുന്നത് ഒരു ട്രയാങ്കിളിലാണ്, ബൗണ്ടഡ് ഇൻ എ റീജിയൻ. ഈ കോർഡിനേറ്റ്സിൽ ബൗണ്ട് ചെയ്ത ഒരു റീജിയനിൽ വരുന്ന ട്രയാങ്കിളിലാണ്. സോ നമുക്ക് വെരിഫൈ ആണ് ക്വസ്റ്റ്യൻ. സോ ഗ്രീൻസ് തിയറം നമുക്ക് ഈ ചാപ്റ്ററിൽ ആക്ച്വലി 3 തിയറംസ് പഠിക്കാനുണ്ട്. ഓക്കെ, അതിലൊന്നാണ് ഗ്രീൻസ് തിയറം. ഗ്രീൻസ് തിയറം എന്ന് ചോദിച്ചാൽ നമ്മൾ ആദ്യം ഗ്രീൻസ് തിയറത്തിന് പഠിച്ചത് ഈ ഒരു ഇക്വേഷൻ ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഈ ഒരു ഫോർമുല ഫസ്റ്റ് അങ്ങ് എഴുതുക. ഓക്കെ, ഒന്ന് നോക്കണ്ട, ഗ്രീൻസ് തിയറം എന്ന് ക്വസ്റ്റ്യനിലുണ്ടോ നമ്മൾ ആദ്യം അത് എഴുതുക. അതായത് ഇൻറ്റഗ്രൽ സി പി ഡി എക്സ് പ്ലസ് ക്യൂ ഡി വൈ ഈക്വൽ ടു ഡബിൾ ഇൻറ്റഗ്രൽ ഓവർ ആർ ഡോ ക്യൂ ബൈ ഡോ എക്സ് മൈനസ് ഡോ പി ബൈ ഡോ വൈ ഇൻറ്റു ഡി എക്സ് ഡി വൈ. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതിൽ ക്യൂ ആൻഡ് പി, പിയും ക്യൂവും ഏതൊക്കെയാണ് കണ്ടുപിടിക്കണം. ഓക്കെ, പിയും ക്യൂവും. സോ പിയും ക്യൂവും ആക്ച്വലി നമ്മൾ ക്വസ്റ്റ്യൻ വെച്ച് ഈ ലെഫ്റ്റ് സൈഡ് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. പി ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ വൈ ആൻഡ് ക്യൂ ഈസ് ഈക്വൽ ടു എക്സ്. വേറെ ഒന്നുമില്ല, ഡി വൈയുടെ കൂടെ വരുന്ന ടേം എക്സ്, ഡി വൈയുടെ കൂടെ വരുന്ന കോഎഫിഷ്യൻ, ഡി വൈയുടെ കോഎഫിഷ്യൻ്റ് ആണ് വൈയും ഡി എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് ആണ് എക്സ്. ഓക്കെ, അങ്ങനെ നമുക്ക് കിട്ടും എക്സ് സ്ക്വയർ വൈ എന്ന് പറയുന്ന പി ആൻഡ് എക്സ് എന്ന് പറയുന്നത് ക്യൂ.
സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് ഡോ ക്യൂ ബൈ ഡോ എക്സും ഡോ പി ബൈ ഡോ വൈയും കണ്ടുപിടിക്കണം. അതായത് നമ്മുടെ ഫോർമുലയിൽ ഉള്ള ഓരോ കോമ്പോണൻസ് ആയിട്ട് നമ്മൾ കണ്ടുപിടിച്ച് വെക്കുവാണ്. ഓക്കെ, ഫസ്റ്റ് നമുക്കപ്പോൾ ഡോ ക്യൂ ബൈ ഡോ എക്സ് കണ്ടുപിടിക്കാം. ഡോ ക്യൂ ബൈ ഡോ എക്സ് എന്ന് പറയുന്നത് ഡോ ഓഫ് ഡോ എക്സ് ഇൻറ്റു ക്യൂ എന്ന് പറയുന്ന എക്സ് ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു 1. ഇനി അടുത്ത് ഡോ പി ബൈ ഡോ വൈ എന്ന് പറയുമ്പം ഡോ ബൈ ഡോ വൈ ഓഫ് എക്സ് സ്ക്വയർ വൈ, പാർഷ്യൽ ഡെറിവേറ്റീവ് ആണ്. അപ്പം ഇവിടെ എക്സ് സ്ക്വയർ അതുപോലെ എക്സിസ്റ്റ് ചെയ്യിക്കും, ഡോ വൈ എന്ന് പറയുന്നത് 1, സോ എക്സ് സ്ക്വയർ എന്ന് കിട്ടും. ഓക്കെ, നൗ വി ക്യാൻ ഫൈൻഡ് ഡോ ക്യൂ ബൈ ഡോ എക്സ് മൈനസ് ഡോ പി ബൈ ഡോ വൈ. അതായത് ഡോ ക്യൂ ബൈ ഡോ എക്സ് മൈനസ് ഡോ പി ബൈ ഡോ വൈ എന്ന് പറയുന്നത് 1 മൈനസ് എക്സ് സ്ക്വയർ ആണെന്ന് നമുക്ക് കിട്ടും. അപ്പോൾ ഇത്രയും ചെയ്താൽ ഒരു എസ് എ ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഒരു 2 മാർക്ക് ക്വസ്റ്റ്യനൊക്കെ പക്ഷേ ഒരു 7 മാർക്ക് ആയിരിക്കും ചോദിക്കുന്നത്. എസ്സേയുടെ പാർട്ടായിട്ടൊക്കെ ചോദിക്കാറുള്ളൂ. അപ്പം ഒരു 7 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ഇത്രയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു 2 മാർക്സ് കിട്ടും. ഈ ഒരു തിയറത്തിൻ്റെ ഫോർമുല എഴുതുമ്പോൾ തന്നെ നിങ്ങൾക്കൊരു 1 മാർക്ക് കിട്ടും. അപ്പോൾ അതേ ഒരു ഡോ ക്യൂ ബൈ ഡോ എക്സ് മൈനസ് ഡോ പി ബൈ ഡോ വൈ അവിടെ വരെ ചെയ്യുമ്പോൾ ഒരു 2 മാർക്സ് കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് ആക്ച്വലി ഇത് സോൾവ് ചെയ്യണം. അതാണ് ഇനിയുള്ള സ്റ്റെപ്പ്. അപ്പോൾ നമുക്ക് ഈ ഒരു ഇക്വേഷൻ നമ്മൾ ആദ്യം RHS ആണ് സോൾവ് ചെയ്യുന്നത്. സോ ഞാൻ പറഞ്ഞു വെരിഫൈ ചോദിക്കുമ്പോൾ നമുക്ക് LHSഉം RHSഉം സോൾവ് ചെയ്യണം. അതായത് LHSഉം RHSഉം ഈക്വൽ ആണെന്ന് കാണിക്കണം. ഓക്കെ, സോ ഇവിടെ ഞാൻ ഫസ്റ്റ് ഈ ഒരു പോർഷൻ RHS ആണ് ഞാൻ ഇവിടെ സോൾവ് ചെയ്യുന്നത്. ഓക്കെ, RHS സോൾവ് ചെയ്യാൻ വേണ്ടി സോ RHS ഇസ് ഈക്വൽ ടു ഡബിൾ ഇൻറ്റഗ്രൽ ഓവർ R ഡോ ക്യൂ ബൈ ഡോ, അതായത് 1 മൈനസ് എക്സ് സ്ക്വയർ ആണെന്ന് നമുക്ക് കിട്ടി, dx dy. ഓക്കെ, ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇൻറ്റഗ്രൽ ആണ്. ഇൻറ്റഗ്രൽ അതിനാണ് നമ്മളിനി ക്വസ്റ്റ്യൻ ബാക്കി വായിച്ചു നോക്കുന്നത്. ക്വസ്റ്റ്യൻ ബാക്കി വായിച്ചു നോക്കുമ്പോഴാണ് നമുക്ക് ഈ ഒരു ലൈക്ക് നമുക്ക് തന്നിട്ടുള്ളത് ബൗണ്ട് ചെയ്തിട്ടുള്ള റീജിയൻ നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ, അതാണ് R. ഓക്കെ, സോ അതിനുവേണ്ടി ഞാനിപ്പോൾ ഒരു XY കോർഡിനേറ്റ് പ്ലെയിൻ വരയ്ക്കുന്നു. 0 0 എന്ന് പറയുന്ന പോയിന്റ് ഏതായിരിക്കും, ഒറിജിൻ ആയിരിക്കും. സോ ഇവിടെ ആയിരിക്കും 0 0. അടുത്ത് 1 0 എന്ന് പറയുന്നത് XY ഈക്വൽ ടു 0 ഏതായിരിക്കും, എക്സ് ആക്സിസിൽ വരുന്ന ഒരു പോയിന്റ് ആയിരിക്കും. ദെൻ 1 2 എന്ന് പറയുമ്പം x ഈക്വൽ ടു 1 y ഈക്വൽ ടു 2. സോ ഞാൻ ഇവിടെ ഒരു പോയിന്റ് പ്ലോട്ട് ചെയ്യുന്നു, ഇതായിരിക്കും 1, 2. സോ ഞാൻ ഇവരെ ഒന്ന് ജോയിൻ ചെയ്ത് വരയ്ക്കുമ്പോൾ നമുക്കൊരു ട്രയാങ്കിൾ തന്നെ ആക്ച്വലി കിട്ടും. ഓക്കെ, കിട്ടി, ഫൈൻ. സോ ഇതാണ് നമ്മുടെ റീജിയൻ. ഇനി ഇതിൽ നിന്ന് നമുക്ക് ഇൻ്റഗ്രൽസ് ലൈക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടി ലിമിറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ എന്താ നമ്മൾ ചെയ്യുന്നത്, സ്ട്രിപ്പ് വെച്ചാണ് അല്ലേ ചെയ്യുന്നത്. ആക്ച്വലി ലൈൻ ഇൻ്റഗ്രൽസ് എന്ന് പറയുന്ന പോർഷനിൽ നമ്മൾ ഇത് പഠിച്ചിട്ടുണ്ട്, എങ്ങനെയാണ് ഇൻ്റഗ്രൽസ് അല്ലെങ്കിൽ ലിമിറ്റ്സ് കണ്ടുപിടിക്കുന്നതെന്ന്. സോ നമുക്കിവിടെ ഹൊറിസോണ്ടൽ സ്ട്രിപ്സ് വേണമെങ്കിലും വരയ്ക്കാം, വെർട്ടിക്കൽ സ്ട്രിപ്സ് വേണമെങ്കിലും വരയ്ക്കാം. സോ ഹൊറിസോണ്ടൽ സ്ട്രിപ്സ് ആണ് വരയ്ക്കുന്നത് എങ്കിൽ നമ്മൾ y ഈക്വൽ ടു എന്ന് പറഞ്ഞു കൊടുക്കണം. വെർട്ടിക്കൽ സ്ട്രിപ്സ് ആണ് വരയ്ക്കുന്നതെങ്കിൽ ഓക്കെ, ഹൊറിസോണ്ടൽ ആണെങ്കിൽ എക്സും വെർട്ടിക്കൽ ആണെങ്കിൽ y ഈക്വൽ ടു എന്ന് പറഞ്ഞാണ് കൊടുക്കുന്നത്. സോ ഞാൻ വിചാരിക്കുന്നു നമുക്കിവിടെ ഇങ്ങനെ ഒന്ന് വരയ്ക്കാം, ഇങ്ങനെ ഒരു സ്ട്രിപ്പ് വരയ്ക്കാം. ഓക്കെ, സോ നമുക്കിവിടെ y ഈക്വൽ ടു ആണ്, y ഈക്വൽ ടു എന്താണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, സോ എക്സ് ആക്സിസ്, ദിസ് ഈസ് അവർ എക്സ് ആക്സിസ്. എക്സ് ആക്സിസിൽ വൈയുടെ പോയിന്റ് എന്തായിരിക്കും, 0 ആയിരിക്കും അല്ലേ. ഈ പോയിന്റ് നമുക്ക് കണ്ടുപിടിക്കണം. ഈ പോയിന്റ് കണ്ടുപിടിക്കാൻ ആക്ച്വലി എളുപ്പമാണ്, ലൈൻ ഇൻ്റഗ്രൽ യൂസ് ചെയ്താൽ മതി. ഈ ലൈനിലുള്ള ഒരു പോയിന്റ് ആണ്. ലൈനിലുള്ള ഒരു പോയിന്റ് എങ്ങനെ കണ്ടുപിടിക്കാം, നമുക്കറിയാമല്ലോ ഇക്വേഷൻ x മൈനസ് x1 ബൈ x2 മൈനസ് x1 ഈക്വൽ ടു y മൈനസ് y1 ബൈ y2 മൈനസ് y1 അല്ലേ. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഇതിൽ കൊടുക്കുമ്പോൾ നമ്മളിവിടെ x1 y1 എന്ന് പറയുന്നത് x1 y1 എന്ന് പറയുന്നത് സപ്പോസ് 0 0 എന്ന് കൊടുക്കുക. ദെൻ x2 y2 എന്ന് പറയുന്നത് ഈ പോയിന്റ് 1 2 എന്ന് കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, x ഈക്വൽ ടു y ബൈ 2 എന്ന് കിട്ടും അല്ലേ. x ഈക്വൽ ടു y ബൈ 2. നമുക്ക് വേണ്ടത് y ഈക്വൽ ടു ആണ്. സോ y വിൽ ബി ഈക്വൽ ടു 2x. ഇത് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ആ ലൈൻ ഇൻ്റഗ്രൽ ചെയ്യുന്ന ഒരു വീഡിയോ ഉണ്ട്, അത് കണ്ടുപോകണം കേട്ടോ. സിമ്പിളാണ്. അതായത് ഇക്വേഷൻ ഓഫ് എ ലൈൻ വെച്ച് നമ്മൾ കണ്ടുപിടിക്കുന്നത്, ഒരു ലൈനിൽ ഒരു പോയിന്റ് എങ്ങനെ കണ്ടുപിടിക്കും, അതാണ് സംഭവം. ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന ഈ 2 പോയിന്റ്സ്. അപ്പോൾ y ഈക്വൽ ടു 2x. നമുക്ക് ലിമിറ്റ് അപ്പം കിട്ടി. ലിമിറ്റ് അല്ല ആക്ച്വലി യെസ്. അപ്പോൾ ഇതാണ് നമ്മുടെ ലിമിറ്റ് വരുന്നത്. സോ നമുക്കിവിടെ ഡബിൾ ഇൻ്റഗ്രൽസ് ആണ് അല്ലേ. സോ ഒരെണ്ണം ഞാനിവിടെ 0 to 2x എന്ന് കൊടുക്കും. മറ്റൊന്ന് എക്സിൻ്റെ കോർഡിനേറ്റ്സ് എങ്ങനെ കണ്ടുപിടിക്കാം. എക്സ് എന്ന് പറയുന്നത്, അതായത് ഇത്രയേ ഉള്ളൂ,
ഇവിടെ നിന്ന് ഇവിടെ വരെ, ഇവിടെ നിന്ന് ഇവിടെ വരെ. അതാണ് മീൻ ചെയ്യുന്നത്. നമ്മൾ y കോർഡിനേറ്റ്സ് കണ്ടുപിടിച്ചു. x കോർഡിനേറ്റ്സ് സിമ്പിളാണ്. ഈ ഒരു ട്രയാങ്കിളിൻ്റെ റീജിയൻ വരുന്നത് ഇവിടം തൊട്ട് ഇവിടെ വരെയാണ് അല്ലേ, ഇവിടം തൊട്ട് ഇവിടെ വരെയാണ്. അതായത് എക്സിൻ്റെ എന്ന് പറയുന്നത് 0 to 1 ആയിരിക്കും. എക്സിൻ്റെ ലിമിറ്റ് എന്ന് പറയുന്നത്, എക്സിൻ്റെ റീജിയൻ്റെ ലിമിറ്റ് എന്ന് പറയുന്നത് 0 to 1 ആയിരിക്കും. വൈഡത് ഞാൻ ഇപ്പോൾ കണ്ടുപിടിച്ചു 0 to 2x ആണ്. സോ നമ്മുടെ ലിമിറ്റ് റീജിയൻ നമുക്ക് കണ്ടുപിടിച്ചു. എക്സിൻ്റെയും വൈയുടെയും ടേംസിൽ റീജിയൻ കണ്ടുപിടിച്ചു. അപ്പം ഞാൻ എഴുതുവാണ്. y എന്ന് പറയുന്നത് y = 0 to y = 2x വരെയാണ്. എക്സിൻ്റെ എന്ന് പറയുന്നത് x = 0 to x = 1. ഇനി ലിമിറ്റ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം 2 ഇൻറ്റഗ്രൽസ് ഉണ്ട്. എപ്പോഴും കോൺസ്റ്റൻസ് നമ്മൾ പുറത്താണ് ഇടുന്നത് അല്ലേ. കോൺസ്റ്റൻസ് എപ്പോഴും വേരിയബിൾ വരുന്ന ലിമിറ്റ് ഉണ്ടെങ്കിൽ വേരിയബിൾ വരുന്ന ലിമിറ്റ് അകത്തുള്ള ഇൻറ്റഗ്രലിനാണ് ഇടുന്നത്. സോ 0 to 1, 0 to 2x, 1 മൈനസ് x². ഇനി എക്സിൻ്റെ ടേം വരുന്ന, അപ്പം എക്സ് ആണ് ഇവിടെ വരുന്നത്, ഇന്നർ ഇൻറ്റഗ്രലിൽ വരുന്നത് എക്സ് ആണ്. അപ്പം നമ്മൾ dx dy എന്നായിരിക്കും എഴുതുന്നത്, dy dx എന്നായിരിക്കും എഴുതുന്നത്. അകത്ത് വരുന്നത് എക്സ് ആണെങ്കിൽ അകത്ത് വരുന്നത് dy. ഓക്കെ, ഇങ്ങനെയായിരിക്കും നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്ത് എഴുതുന്നത്. ഇനി ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പം 0 to 1 dy ഇവിടെ ഇല്ല, y എന്ന് പറയുന്ന ടേം ഇല്ല. സോ എന്തായിരിക്കും 1 മൈനസ് x² ഇൻറ്റു y 0 to 2x dx which is equal to integral 0 to 1 1 minus x² upper limit minus lower limit അല്ലേ, equal to integral 0 to 1 1 minus x² 2x minus 0 which is 2x dx. 2 ഞാൻ പുറത്തെടുക്കുവാണ് കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട്. 2 into 0 to 1 1 minus x² x dx. x ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പം 2 into x minus x³ dx. ഓക്കെ, x minus x³ dx. ഇനി അടുത്തൊന്നും കൂടെ ഇൻ്റഗ്രേറ്റ് ചെയ്യാമല്ലോ. ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് ഇറ്റ് ഈസ് ഈക്വൽ ടു 2 0 to അല്ല ഇൻ്റഗ്രേറ്റ് ചെയ്യുവാണേ. ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് x²/2 x dx എന്ന് പറയുന്നത് x²/2 മൈനസ് x⁴/4 0 to 1 upper limit minus lower limit which is 1/2 minus upper limit minus 1/2 minus upper limit minus lower limit. ഇവിടെ 0 ആയിരിക്കും. which is equal to LCM എടുത്ത് ചെയ്യുമ്പോൾ എന്ത് വരും, 2/8 എന്ന് വരും അല്ലേ. അതായത് 1/4 എന്ന് വരും which is equal to 1/2. സോ RHS നമുക്ക് കിട്ടിയിട്ടുള്ളത് 1/2 എന്നാണ്. ഓക്കെ, പകുതി കഴിഞ്ഞു. ഇനി നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പ്, അതായത് സെക്കൻഡ് എന്നല്ല റിമൈനിങ് എന്ന് പറയുന്നത് LHS പ്രൂവ് ചെയ്യുക എന്നുള്ളതാണ്. സോ RHS പ്രൂവ് ചെയ്താൽ മനസ്സിലായല്ലോ. ഇനി LHS, കമ്മിങ് ബാക്ക് ടു അവർ ക്വസ്റ്റ്യൻ. LHS എന്ന് പറയുന്നത് എന്താണ്, PDX + QDY. സോ സി നമ്മൾ ഇതുവരെയും കണ്ടുപിടിച്ചില്ല. അപ്പോൾ സി എന്ന് പറയുന്ന ലിമിറ്റ് കണ്ടുപിടിക്കാൻ ആക്ച്വലി കുറച്ച് ടാസ്ക്കാണ്. ടാസ്ക് എന്നല്ല, കുറച്ച് ലെങ്തി പ്രോസസ്സാണ്. ഓക്കെ, ഇവിടെ നിന്ന് എഴുതുവാണേ സി കണ്ടുപിടിക്കുന്നത്. സോ ഞാൻ ആദ്യം ആ ഒരു ട്രയാങ്കിൾ ഒന്നും കൂടെ വരയ്ക്കുവാണ്. ABC എന്ന് പറയുന്ന പോയിന്റ് കൊടുക്കുന്നു, വെർട്ടിക്കൽ സ്ട്രിപ്സ്. ഓക്കെ, ഇതായിരുന്നു നമ്മുടെ ഓവറോൾ ആ ഡയഗ്രാം എന്ന് പറയുന്നത് അല്ലേ. സോ നമ്മുടെ ഇൻ്റഗ്രൽ x²y dx പ്ലസ് x dy സി, ഇതാണ് നമ്മുടെ LHS എന്ന് പറയുന്നത്. ഓക്കെ, സോ നമുക്ക് സി ആണ് കണ്ടുപിടിക്കേണ്ടത്. സി എങ്ങനെ കണ്ടുപിടിക്കും? സി എന്ന് പറയുന്ന റീജിയൻ ക്ലോസ്ഡ് കർവ് എന്ന് പറയുന്നത് ABC എന്ന് പറയുന്ന ഈ ട്രയാങ്കിൾ ആണ്. അതായത് എലോങ് AB നോക്കണം, എലോങ് BC നോക്കണം, എലോങ് CA നോക്കണം.
എൻ്റെ ക്വസ്റ്റ്യൻ, എന്തുകൊണ്ട് AC ഇങ്ങനെ നോക്കിയില്ല, AC CB BA ഇങ്ങനെ നോക്കാത്ത എന്തുകൊണ്ടാണ്? ഞാൻ തിയറം എടുത്തു പറഞ്ഞപ്പോൾ പറഞ്ഞു ഇറ്റ് ഷുഡ് ബി ആൻറ്റി ക്ലോക്ക് വൈസ്. നമ്മുടെ ക്ലോസ്ഡ് കർവ് എന്ന് പറയുന്നത് എപ്പോഴും ആൻറ്റി ക്ലോക്ക് വൈസ് ഡിറക്ഷനിലായിരിക്കണം എടുക്കേണ്ടത്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പം സോ ഇതിനെ ഞാൻ ഇങ്ങനെ എഴുതാം, ഇറ്റ് വിൽ ബി ഇൻറ്റഗ്രൽ ഓവർ AB, ഇൻറ്റഗ്രൽ ഓവർ BC, ഇൻറ്റഗ്രൽ ഓവർ CA, x² dx പ്ലസ് x dy. ഇത് സോൾവ് ചെയ്താൽ നമുക്ക് നമ്മുടെ LHS സോൾവ് ചെയ്തു എന്ന് പറയാൻ പറ്റും. ഓക്കെ, ഇനി നമ്മൾ ഇതെങ്ങനെ സോൾവ് ചെയ്യും? ഇത് സോൾവ് ചെയ്യാൻ AB കണ്ടുപിടിക്കണം, BC കണ്ടുപിടിക്കണം, CA. സോ AB നോക്കാം. AB ഇക്വേഷൻ ഓഫ് ലൈൻ, ഇക്വേഷൻ ഓഫ് ലൈൻ AB എന്തായിരിക്കും? AB എന്ന് പറയുന്നത് x ആക്സിസ് ആണ്. x ആക്സിസിൽ ലൈൻ്റെ ഇക്വേഷൻ നമുക്കറിയാം y = 0. അങ്ങനെയാണെങ്കിൽ എലോങ് AB നമുക്കിപ്പോൾ ചെയ്യാം. എലോങ് AB ഇത് നോക്കണ്ട കേട്ടോ, ഇത് ഞാൻ നേരത്തെ ചെയ്തതാണ്, ഇത് നോക്കണ്ട, ഇത് നോക്കിയാൽ മതി നിങ്ങൾ തൽക്കാലം. എലോങ് AB എന്ന് പറയുമ്പം y = 0, ദാറ്റ് ഈസ് dy = 0. dy = 0 ആണെങ്കിൽ എലോങ് AB x² dx പ്ലസ് x dy = 0. എങ്ങനെ 0 വന്നു? ഈ y = 0 കൊടുക്കുമ്പോൾ ഈ ടേം 0 ആവും. സോ dy 0 ആവുമ്പോൾ ഈ ടേം കംപ്ലീറ്റ്ലി 0 ആയി. സോ AB ആയിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എലോങ് BC ആണ്. BC എന്ന് പറയുന്നത് ഞാനിത് എഴുതിപ്പോയി. y ആക്സിസിന് പാരലലായിട്ട് വരുന്ന ലൈൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് x = 1 ആയിരിക്കും. അല്ലെങ്കിൽ വേറൊരു രീതിയിലും കണ്ടുപിടിക്കാൻ പറ്റും. സോ B എന്ന് പറയുന്ന കോർഡിനേറ്റ് നമുക്കറിയാം, ഇറ്റ് ഈസ് 1,0. ഇവിടെ എന്ന് പറയുന്ന 1,2. രണ്ടിടത്തും കോമൺ ആയിട്ട് വരുന്ന പോയിന്റ് ഏതാണ്? x = 1 ആണല്ലേ. അങ്ങനെയും ആക്ച്വലി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതല്ലെങ്കിൽ ബേസിക്കലി നമ്മൾ പഠിച്ചിട്ടുണ്ട്, പാരലൽ ടു y ആക്സിസ് വരുന്ന ഇക്വേഷൻ, ലൈൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് x = 1 ആയിരിക്കും. സോ എലോങ് BC x = 1, dx = 0. അങ്ങനെയാണെങ്കിൽ ഇൻറ്റഗ്രൽ BC x² പ്ലസ് x dy എന്ന് പറയുന്നത്, ഇവിടെ എക്സിന് 1 കൊടുക്കുന്ന സമയത്ത് dx 0 ആവുന്ന സമയത്ത് ഈ ടേം 0 ആവും. അത് കഴിഞ്ഞ് ബാക്കിയുള്ള ഇവിടെ x വരും അല്ലേ, വിച്ച് ഇസ് ഇൻറ്റഗ്രൽ BC x dy. ഓക്കെ, x dy എക്സിന് 1 കൊടുക്കുമ്പോൾ ഇൻറ്റഗ്രൽ BC dy എന്ന് വരും, വിച്ച് ഈസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ BC y. BC y എന്ന് പറയുമ്പോൾ സോ വേറെ ഒന്നുമില്ല, BC ലൈൻ എടുക്കുക, വൈൻ്റെ കോർഡിനേറ്റ്സ് നോക്കുക. വൈൻ്റെ കോർഡിനേറ്റ്സ് എന്തൊക്കെയാണ്? 0ഉം 2ഉം. സോ BC എന്ന് പറയുന്നത് വിച്ച് ഈസ് ഈക്വൽ ടു ഇൻ y 0 to 2 എത്ര കിട്ടും? 2 എന്ന് കിട്ടും. എലോങ് BC ഇത്രയേ ഉള്ളൂ. ഇനി എലോങ് CA നമ്മൾ ആക്ച്വലി നേരത്തെ ഒരു ഇക്വേഷൻ കണ്ടുപിടിച്ചിട്ടുണ്ട്, y = 2x എന്ന് പറഞ്ഞ ഇക്വേഷൻ വെർട്ടിക്കൽ സ്ട്രിപ്പ് വരെ കണ്ടുപിടിച്ചില്ലേ, അത് മതി, അത് വെച്ച് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. സോ ഞാനിവിടെ എഴുതുവാണ്, എലോങ് CA y = 2x, സോ dy വിൽ ബി ഈക്വൽ ടു 2dx അല്ലേ, 2dx. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇക്വേഷനിൽ എലോങ് CA x² dx പ്ലസ് x dy ഈസ് ഈക്വൽ ടു, ഉറുമ്പൊക്കെ കയറിപ്പോകുന്നു, x² 2x dx പ്ലസ് x ഇൻറ്റു 2dx വിച്ച് ഈസ് ഈക്വൽ ടു 2x³ അല്ലേ, ക്യൂബ് വരത്തില്ലേ, ക്യൂബ് dx പ്ലസ് ഇവിടെ എന്ത് വരും? ഇവിടെ ആസ് ഇറ്റ് റിമൈൻസ് 2dx. രണ്ടിടത്തും നമുക്ക് 2dx കോമൺ എടുക്കാം. 2dx കോമൺ എടുക്കുമ്പോൾ 2dx കോമൺ എടുത്തു കഴിഞ്ഞാൽ x³ പ്ലസ് x, ഓക്കെ, x³ പ്ലസ് x എന്ന് കിട്ടും. ഇനി ഇൻ്റഗ്രേറ്റ് ചെയ്തോ, 2 × x⁴/4 പ്ലസ് x² 2. CAയുടെ x ടേംസ് ആണ്, എക്സിൻ്റെ ലിമിറ്റാണ് നമ്മളപ്പോൾ കൊടുക്കുന്നത്. ആ സമയത്ത് നോക്ക്, CAയിൽ x ഇവിടെ 1 ഇവിടെ 0 വിച്ച് ഇസ് 1 to 0 ആണ് ലിമിറ്റ് കൊടുക്കേണ്ടത്.
1 to 0. ഓക്കെ, വിച്ച് ഈസ് അപ്പർ ലിമിറ്റ് 0 ആണ്, മൈനസ് ലോവർ ലിമിറ്റ് ചെയ്യുമ്പം മൈനസ് 0 മൈനസ് 1/4 പ്ലസ് 1/2 വിച്ച് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു എന്താണ് ഇവിടെ 3/4 എന്ന് വരും അല്ലേ. മൈനസ് ഉണ്ടേ, മൈനസ് ഇവിടെ അല്ല, ആക്ച്വലി ഇവിടെയാണ് മൈനസ് ഉണ്ട്, മൈനസ് 3/2 എന്ന് കിട്ടും. സോ ഓവറോൾ എന്ന് പറയുന്നത് ട്രിപ്പിൾ ഇൻഡ് ABBCCA അല്ലേ ഓഫ് PDX പ്ലസ് QDY എന്ന് പറയുമ്പം 0 പ്ലസ് 2 മൈനസ് 3/2 ദാറ്റ് വിൽ ബി ഈക്വൽ ടു 1/2 അല്ലേ. ഓക്കെ, സോ വിച്ച് ഈസ് ഈക്വൽ ടു RHS. ഹെൻസ് പ്രൂവ്ഡ്, ഹെൻസ് GT തിയറം പ്രൂവ്ഡ് അല്ലെങ്കിൽ ഗ്രീൻസ് തിയറം ഇസ് വെരിഫൈഡ് എന്ന് പറയാൻ പറ്റും. ഇത് 2 ആണേ. ഈ 2 എവിടെ നിന്ന് വന്നു? എലോങ് BC നമ്മൾ ചെയ്തപ്പോൾ കിട്ടിയതാണ്. സോ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. ഞാനൊരു ക്വസ്റ്റ്യനും കൂടെ തരാം, നിങ്ങൾ ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ ചെയ്യും. ഓൾറെഡി ഈ വീഡിയോ നല്ല ലെങ്തി ആയിട്ടുണ്ട്. സോ ക്വസ്റ്റ്യൻ ഇതാണ്, റഫായിട്ട് എഴുതി വെച്ചേക്കുന്നത്, ഞാൻ എഴുതി തരാം. ഇൻ്റഗ്രൽ x³ dx മൈനസ് xy dx xy dy ഇങ്ങനെയാണ്. വെരിഫൈ ഗ്രീൻസ് തിയറം തന്നെയാണ്, ഇതേ ക്വസ്റ്റ്യൻ ആണ്. ഇൻ്റഗ്രൽസ് ഇതാണ് വരുന്നത്. പോയിൻറ്റ്സ് വരുന്നത് x = 0, x = a, y = 0, y = a, which means it's not a triangle. So it's a rectangle ആണോ സ്ക്വയർ ആണോ വരച്ചപ്പോൾ ഒന്നും മനസ്സിലാവും, കിട്ടും, പെട്ടെന്ന് കിട്ടും കേട്ടോ. ചെയ്തതുപോലെ 2 LHS RHS വെരിഫൈ ചെയ്താൽ മതി. കിട്ടിയില്ലെങ്കിൽ നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ നോക്കും.